ഇത് തെളിയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇത് തെളിയിക്കുകയാണെങ്കിൽ. കാരണം അങ്ങനെ ഒരു കമ്പനി റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തില്ല. പിന്നെ ഈ മനോരമ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കുക? ഇപ്പോൾ ഒരു മാധ്യമം എഴുതി കാണിക്കുകയാണ് ആൻഡോ അഗസ്റ്റ്യൻ കോടതിയിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട്. ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമം എഴുതി കാണിക്കുക. ഞാൻ ഇവിടെ ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ദൃശ്യം കാണാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ട്വീറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. ഇതേ സർക്കാർ പറയുകയാണ് നിങ്ങൾ പണം അയച്ചിട്ടില്ല എന്ന്. ഇതേ സർക്കാർ ഇവിടെ നിങ്ങൾ പണം അയച്ച GST അടയ്ക്കാനും പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കോൺട്രാക്ട് ബിറ്റ്വീൻ ദ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ദ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കോൺട്രാക്ട് ഇല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അവസ്ഥ. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീഷിന്റെ ഓഫീസിലും വീട്ടിലും കടന്ന് ഞെരങ്ങിയിരുന്ന 2 യൂത്ത് കോൺഗ്രസ്സുകാരടക്കം മൊത്തം 3 യൂത്ത് കോൺഗ്രസ്സുകാരാണ് കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ MDMAയുമായിട്ട് പോലീസ് പൊക്കിയത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാണോ അതോ ചെന്നിത്തല സതീഷിനിട്ട് പണി കൊടുത്താണോ എന്നറിയില്ല. പിടിക്കപ്പെട്ടവർക്കുള്ള സതീഷിനുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണെന്ന് തുടർന്ന് പുറത്തു വന്ന വീഡിയോകളും ഫോട്ടോകളും കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവും. അതിലൊരുവൻ ലഹരിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രഭാത സവാരി വരെ നടത്തിയവനാണെന്നുള്ളതാണ് വലിയ തമാശ. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഓൺലൈൻ പ്രചാരകർ കൂടിയാണ് പിടിക്കപ്പെട്ടവർ എന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവും. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ പ്രചാരണം, മറുഭാഗത്ത് MDMAയുടെ മൊത്തക്കച്ചവടം. ആഹാ, അടിപൊളി. അതും സതീഷിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റ് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എന്നിട്ട് പിടിക്കപ്പെട്ടിട്ടും സതീഷിനുമായുള്ള അവരുടെ ബന്ധം തെളിയിക്കുന്ന നിരവധിയായ തെളിവുകൾ പുറത്തു വന്നിട്ടും അവയിൽ പലതും സതീഷിന്റെ സർക്കാർ മെറ്റയോട് ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയതും കഴിഞ്ഞ ദിവസമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചർച്ചയായില്ല. എല്ലാ വലത് മൂടുതാങ്ങി മാപ്രകൾക്കും ഇന്നലത്തെ അന്തിച്ചർച്ച എന്തായിരുന്നു? മനോരമയുടെ വാർത്തയായിരുന്നു. ഏത്? മെസ്സിയുടെ വരവിന്റെ പേരിൽ 126 കോടി ഭൂം. ഇതായിരുന്നു മനോരമയുടെ തലക്കെട്ട്. സതീഷിന്റെ MDMAക്കാരുമായുള്ള ബന്ധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മനോരമ കണ്ടെത്തിയ വാർത്ത. സർക്കാരിന് 5 പൈസയുടെ നഷ്ടമില്ലാത്ത ഒരു ഇടപാടിൽ നഷ്ടം സംഭവിച്ചതും അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നതും റിപ്പോർട്ടർ TVയിലെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി പറയേണ്ടത് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ആൻഡോ അഗസ്റ്റിനാണ്. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സിൽ മനോരമയുടെ അണ്ണാക്കിലിട്ടാണ് ആൻഡോ പൊട്ടിച്ചിട്ടുള്ളത്. ഇന്ന് ചിലർ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് റിപ്പോർട്ടറിന്റെ MDയും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ. ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. 126 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു പരിപാടിയായിരുന്നു മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കാനുള്ള പരിപാടി. സർക്കാരിൻ്റെയോ ജനത്തിൻ്റെയോ 1 രൂപയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ ഈ ഇടപാടിൽ? പണം നൽകിയതിന് രേഖയുണ്ടോ? RBI അനുമതി നൽകിയിട്ടുണ്ടോ? കേന്ദ്രാനുമതി ഈ ഇടപാടിനുണ്ടോ? കായിക മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ടോ? ധനമന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടിയാണോ ഈ ട്രാൻസാക്ഷൻ നടന്നത്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈ ഇടപാട് അറിഞ്ഞിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് സർക്കാരിലേക്ക് കത്ത് വന്നിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ വെബ്സൈറ്റിൽ ഈ കളിയുടെ വിശദാംശങ്ങൾ, കളിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരുന്നോ? ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് കൂടി കേട്ടു. ആ സ്ഥാപനവുമായി എന്താണ് ബന്ധം? ഇത്രയും ചോദ്യങ്ങൾക്ക്, ഇത് കൂടാതെയും മറ്റു ചില ചോദ്യങ്ങൾക്ക് കൂടി ആൻഡോ അഗസ്റ്റിൻ നേരിട്ട് മറുപടി പറയും. നേരിട്ടു തന്നെ. ഒരു ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടാൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉദ്ദേശിച്ചിട്ടില്ല. ആൻഡോ അഗസ്റ്റിൻ, ഗുഡ് ഈവനിങ്, വെൽക്കം. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. 126 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്രം ഇന്ന് രാവിലെ വാർത്ത അടിച്ചിരിക്കുന്നത്. ഈ 126 കോടിയുടെ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണ്? തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? ഇന്നത്തെ മനോരമയുടെ വാർത്ത ഇതാണ്. വാർത്ത എന്ന് പറയുന്നത് എന്താണ്? 126 കോടി ഭൂം എന്നാണ്. ഈ ഭൂമായ പൈസ ആരുടേതാണ്? സർക്കാരിൻ്റെ ആണോ? സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. മനോരമയുടെ ആണോ? 1 രൂപ നഷ്ടപ്പെട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ ആണോ? 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. 126 കോടി രൂപ നഷ്ടപ്പെട്ടത് എൻ്റെയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയാണ്. അപ്പം ഈ 126 കോടി രൂപ ഭൂം എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾ വിചാരിക്കുക എന്താണ്? ജനങ്ങൾ വിചാരിക്കുക സർക്കാരിൻ്റെ പണം നഷ്ടപ്പെട്ടു, ജനങ്ങളുടെ ഭക്ഷണം നഷ്ടപ്പെട്ടു, എന്തോ ഒരു വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനോരമയുടെ വായിച്ച ഫസ്റ്റത്തെ ഒരു ഭാഗം വായിക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സിയെയും അർജന്റീനയും ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയിരുന്ന കോടികളുടെ തട്ടിപ്പും. എന്താണ് ഈ കോടികളുടെ തട്ടിപ്പ്? അത് മനോരമയോ അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളോ വ്യക്തമാക്കണം. എന്ത് തട്ടിപ്പാണ് ഇതിൽ നടന്നത് എന്നുള്ളത്. കാരണം ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ ഏതൊരു തട്ടിപ്പ് നടക്കണമല്ലോ, എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടക്കണമല്ലോ. ആരുടെയെങ്കിലും പണം പോയതായിട്ടൊരു കംപ്ലയിൻറ്റ് വേണമല്ലോ. ഏതെങ്കിലും ഒരാളുടെ പണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പരാതി പറയണമല്ലോ. സർക്കാരിൻ്റെ പണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾക്ക് വരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വരെ സർക്കാരിൻ്റെ പണം പോയെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ? ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുകയാണ് കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയുകയാണ്. വേറൊരു കാര്യം,
അകത്തും പുകത്തും സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കണ്ണികയിൽ ഒരു സംവിധാനം കൊടുത്തിരിക്കുകയാണ്. ഈ അർജന്റീന ടീം വരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനത്തിൽ 2023 സർക്കാരിലേക്ക് ആദ്യം കത്തയച്ചിരുന്നു. അതിന് 20 ദിവസം മുൻപ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും ഈ 1 ലക്ഷം രൂപ മാത്രമായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന അതേ മേൽവിലാസത്തിൽ തന്നെയാണ് മേൽപ്പറഞ്ഞ സ്ഥാപനം പ്രവർത്തിച്ചതെന്നാണ് പറയുന്നത്. ഈ മേൽവിലാസത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. ഞങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടില്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മേൽവിലാസത്തിൽ എന്താ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്നൊരു കമ്പനിയില്ല. ഇത് തെളിയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. ഇത് തെളിയിക്കുകയാണെങ്കിൽ, കാരണം അങ്ങനെ ഒരു കമ്പനി ഇല്ല. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തില്ല. പിന്നെ ഈ മനോരമ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കുക? ഇങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്ന് പറയണ്ടല്ലേ? അടുത്ത് എന്താണ് പറയുന്നതെന്ന് അറിയോ? അടുത്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്പോൺസർഷിപ്പ് നൽകിയെന്ന് പറഞ്ഞ 25 കോടികളുടെ രേഖകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ആരോടാണ് രേഖകളുണ്ടോ എന്ന് ചോദിച്ചത്? എന്നോട് ചോദിച്ചോ? ആരോടെങ്കിലും ചോദിച്ചോ രേഖകളുണ്ടോ എന്ന്? ഞാൻ ഇവിടുന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി വെച്ച എഗ്രിമെൻ്റാണിത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് തമ്മിൽ വെച്ച എഗ്രിമെന്റ്. അതായത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്, സർക്കാരുമായിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരാർ വെച്ചതിന്റെ രേഖകളില്ല എന്നാണ് പത്രം പറയുന്നത്. ഈ പണമിടപാട് നടത്തിയതിന്റെ രേഖകൾ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടത് സർക്കാരാണോ പണം മുടക്കിയ താങ്കളാണോ? അല്ല, ഈ എഗ്രിമെന്റ് ആരുമായിട്ടാണ് വെച്ചിരിക്കുന്നത്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തമ്മിലാണ്. ഗവൺമെന്റുമായിട്ടല്ല. അപ്പൊ ഗവൺമെന്റുമായിട്ട് കരാറില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെന്റുമായിട്ടല്ലല്ലോ കരാറല്ല. നമ്മളോട് ചോദിക്കണ്ടേ ഈ കരാറുണ്ടോ, ഇങ്ങനെ ഒരു കരാറുണ്ടോ, ഏത് അടിസ്ഥാനത്തിലാണ് പണം അയക്കുന്നത് ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ഇതാണ് എഗ്രിമെന്റ്. എന്താണ്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് ഇതാണ്. ഈ എഗ്രിമെന്റുകളെല്ലാം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണിക്കാവുന്നതാണ്, ലൈവായി തന്നെ. അല്ല, ഇതിലൊരു പ്രശ്നം അരുൺ സാറേ, ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റ് എല്ലാം നമുക്ക് ലീഗൽ വാല്യൂഡ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടിൽ കേസ് കിടക്കുകയാണ്. അവിടെ ബൈൻഡിംഗ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകളൊന്നും എല്ലാം നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റുകളാണ്. ഇത് എടുത്തിട്ട് നമുക്ക് അങ്ങനെ പുറത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം അത് വയലേഷൻ ആവും. കാരണം കേസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പണം പോയി എന്ന് പറയുന്ന ഈ ബും എന്ന് പറയുന്ന പണം തിരിച്ചു കിട്ടേണ്ട എനിക്ക്, ഈ മുടക്കിയ സ്ഥാപനത്തിന് കിട്ടണ്ട തിരിച്ച്. അത് കിട്ടണമെങ്കിൽ ആരുമായിട്ട് കേസ് നടത്തണം? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേസ് നടത്തണം. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എവിടെ പറയുകയാണ് എന്ത് ഈ പറയുന്ന ഏത് ഡോക്യുമെന്റ് ആണ് എഴുതുന്നത്? ഇനി ഒരു രസം, ഞാൻ ഏറ്റവും സിമ്പിളായ ഒരു കാര്യം പറയാം. ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടേതായിരുന്നു, സർക്കാരിൻ്റെ? എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ്? അല്ല, ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ വരുന്നത് 2024 എനിക്ക് തോന്നുന്നു 2023 കണ്ടാണ് ഈ പറയുന്ന ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ആദ്യത്തെ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ. അവരുമായിട്ട് എഗ്രിമെന്റ് വെച്ചു എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ് എഗ്രിമെന്റ് വെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഗ്രിമെന്റ് വെച്ചു, അവരുമായിട്ട് ധാരണയായി. സർക്കാരും അർജന്റീന ഈ അസോസിയേഷനും ഈ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷനും AFA തമ്മിൽ എഗ്രിമെന്റ്. അവിടെയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഈ പറഞ്ഞ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ തമ്മിലാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്, സർക്കാരുമായിട്ടല്ല. അതിനുശേഷം അവർക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് മുൻപ് ആരോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കതിന് ധാരണയില്ല. പക്ഷേ ഇതിന് ശേഷം സർക്കാരാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സഹായിക്കാം എന്നുള്ള ലെറ്റർ മുഖാന്തരം നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുത്തു. മറുപടി കൊടുത്തതിന് ശേഷമാണ് ഈ പ്രൊസീജിയർ. അല്ലാതെ ഇത് ആൻഡ് ഓഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ പ്രൊജക്റ്റ് അല്ലല്ലോ, സർക്കാരിൻ്റെ പ്രൊജക്റ്റാണ്. സർക്കാർ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. സർക്കാർ LDF സർക്കാരാണോ UDF സർക്കാരോ എന്നുള്ളതല്ലോ. സർക്കാർ എന്ന് പറയുന്ന കണ്ടിന്യൂഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള സർക്കാരുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. അല്ലാതെ പിണറായി വിജയനായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ LDF ആയിട്ടോ CPM ആയിട്ടോ അല്ലല്ലോ. ഞാൻ സർക്കാരുമായിട്ടാണ്. സർക്കാരുമായിട്ടുള്ള ധാരണ, സർക്കാരാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടോ, നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സർക്കാരിന് നടത്താം എന്ന് പറയുന്നത് നമ്മൾ സമ്മതിക്കുകയും അതിനനുസരിച്ച് അവരുമായിട്ട് എഗ്രിമെന്റ് വെക്കാൻ സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് എഗ്രിമെന്റ് വെക്കുന്നത് കേട്ടോ. സർക്കാരിൻ്റെ അനുമതി നമ്മൾ ചോദിച്ചു, സർക്കാരിൻ്റെ അനുമതി വാങ്ങി, സർക്കാരിൻ്റെ അനുമതിയോടുകൂടി എഗ്രിമെന്റ് വെക്കുന്നു. എഗ്രിമെന്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ പ്രൊസീജിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സംശയം, ഈ സർക്കാർ റിപ്പോർട്ടർ TVക്ക് അനുമതി കൊടുക്കുമ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന താല്പര്യവുമായിട്ട് മനോരമയോ ഏഷ്യാനെറ്റോ 24 അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടായിരുന്നു? കേരളത്തിലെ അരുൺ സാർ, ഇതൊരു വലിയ എമൗണ്ട് വരുന്ന കാര്യമാണ്. ഇത് ചെറിയ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സർക്കാർ എല്ലാവരോടും സമീപിച്ചിട്ടുണ്ടാവാം, നമ്മളോട് മാത്രമല്ല. നമ്മളെന്ന് പറയുന്നത് എന്താ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന സ്ഥാപനമാണ്. നമ്മളെക്കാളൊക്കെ മുൻപ് എല്ലാവരെയും സമീപിച്ചിട്ടുണ്ടാവാം. ഒരു സംവിധാനം സമീപിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഇവന്റ് ആണെന്നേ. ഈ പ്രൈവറ്റ് ഇവന്റ് അർജന്റീന ഏതെങ്കിലും രാജ്യമായിട്ട് എഗ്രിമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒരു രാജ്യമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടില്ല. അവരെല്ലാവരും അവിടുത്തെ പ്രൈവറ്റ് ഇവന്റുമായിട്ടേ ചെയ്യുള്ളൂ. കാരണം എന്താണ്, ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. കാരണം ഈ അപ്രൂവൽ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ സമയം മുന്നോട്ട് പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന സംവിധാനം ഈ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് അവർ വില്ലിങ്ങുള്ളൂ. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം എന്താണ്, ഇത് നമ്മൾ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പണം അയക്കണമല്ലോ. പണം അയക്കാൻ നമുക്ക് എങ്ങനെ പറ്റുക? ഇവിടുന്ന് വേറെ ഇന്ത്യയിലെ ഒരു ബാങ്കിൽ തമ്മിലല്ലോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. വേറൊരു രാജ്യത്തെ ബാങ്കിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേറെ രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തൊക്കെയാണോ? ഞാൻ സ്ട്രൈറ്റ് ചോദിച്ചോട്ടെ, ആന്റോ ആഗസ്റ്റിൻ ശരിക്കും പണം അയച്ചു? ഇതാണ് ഞാൻ പറയാം, പണം അയച്ചതിൻ്റെ റെസിപ്റ്റാണിത്. പണം അയച്ചത് SBIൻ്റെ റെസിപ്റ്റ്.
ഇനി അവർ പൈസ കിട്ടിയെന്ന് പറഞ്ഞ് റെസിപ്റ്റ് കണ്ടോ? അവർ പിണറായി വിജയൻ ഡയറക്റ്റ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡയറക്റ്റ് അയച്ചു ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം മാച്ച് ഇൻ കേരള എന്ന് പറഞ്ഞ ഒഫീഷ്യൽ കൺഫർമേഷൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയതിന് ശേഷം അവർ അയച്ചേക്കാണ്. അത് മത്സരം കളിക്കാൻ അത് അവർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു, നവംബർ 17 തീയതി 2025. നവംബർ 17, 2025 മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ആരയച്ചിട്ട് നോക്കുക? ഇതാ നോക്കിക്കോളൂ. ക്ലൗഡിയോ ടാപ്പിയ, പ്രസിഡന്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ, നേരിട്ട് അവർ കളിക്കാൻ. ഇതിലാണ് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം തന്നെ അറിഞ്ഞിട്ടില്ല. എൻ പ്രശാന്ത് കണ്ടിട്ടില്ലേ? അല്ല, അവർക്കത്തെ എല്ലാം ഉണ്ടെന്നേ. ഇത് ഞാൻ പറയുന്നത് ഇത് ആരെയാണ് സാറേ, ആരെയാണ് ഇത് പ്രൊജക്ട് ചെയ്യുന്നത്? ഇത് നമ്മളെ പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല. അതിലേക്ക് വരാം. ഒരു കാര്യം കൂടി, ഈ ഇത്രയും പണം വിദേശത്തേക്ക് അയക്കുമ്പോൾ, ഒരു ഫുട്ബോൾ ഫെഡറേഷൻ അയക്കുമ്പോൾ അതിനായിട്ടുള്ള അനുമതി, അതിപ്പോൾ ഫൈനാൻസ് മിനിസ്റ്ററുടെ അനുമതി, സ്പോർട്സ് മിനിസ്റ്ററുടെ അനുമതി, RBI അനുമതി, അത് സംബന്ധിച്ചുള്ള നമുക്ക് കേരള ഗവൺമെന്റ് ഓഫ് 2 ഉത്തരവ് വന്നു. ഒന്ന്, നമ്മളെ സൈൻ ചെയ്യാൻ അനുമതി, ഏത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സൈൻ ചെയ്യാൻ അനുമതി. രണ്ടാമത്, കളി നടത്താനുള്ള അനുമതി. മൂന്നാമത്, കേന്ദ്ര സ്പോർട്സ് മിനിസ്റ്റർക്ക് ഇവിടുന്ന് ലെറ്റർ അയക്കുന്നു. എന്ത്? ഈ അഗ്രിമെന്റ് പ്രകാരം, ഈ അഗ്രിമെന്റിന്റെ കോപ്പി അടക്കം സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് സ്പോർട്സ് മിനിസ്റ്റർ പറയും ഈ അഗ്രിമെന്റ് പ്രകാരം ഇന്ത്യക്ക് പുറത്തേക്ക് പണം അയക്കണം എന്ന് പറയുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണമെന്ന് പറഞ്ഞു. ഫിനാൻസ് അനുമതി തിരിച്ച് ആർക്ക് കൊടുക്കുന്നു? സ്പോർട്സ് മിനിസ്ട്രിക്ക് അനുമതി. ഏത് കമ്പനിക്കാണ്? ഇതിന്റെ കളക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത്. ഈ അഗ്രിമെന്റിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു കളക്ഷൻ ഏജന്റ് വെച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലാ പൈസയും ആ കളക്ഷൻ ഏജന്റാണ് അർജന്റീനയുടെ വാങ്ങുന്നത്. ആ അർജന്റീനയുടെ അസോസിയേഷനിലേക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആര് കൊടുക്കുന്നത്? ഈ പണം ഇത് അയക്കുന്നത്. ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പണം അയക്കാൻ ടോർപിഡൻഡോർ എന്ന് പറയുന്ന കമ്പനിയാണ്. ടോർപിഡൻഡോർക്ക് പണം അയച്ചോളാൻ പറഞ്ഞിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്പോർട്സ് മിനിസ്ട്രിക്ക് അനുമതി കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഡയറക്റ്റ് RBIക്ക് കൊടുക്കുന്നു. എന്താണ്? 15 ബില്യൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താം. ഞാൻ PCR കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാവുന്നതാണ്. അത് പ്ലേ ചെയ്യാവുന്നതാണ്. കാരണം ആ PCR അത് കൊടുത്തിരിക്കാനാണ്. ഇത് നോക്കിക്കോളൂ. RBIയിലേക്ക് ഡയറക്റ്റ് ഇത് നോക്കിക്കോളൂ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ത്രൂ ദ ഫേം ടൂർപെൻഡോർ LLC അപ് ടു ക്യാപ് 15 മില്യൺ നെറ്റ് ആൻഡ് ടാക്സ് ഫ്രീ. ടാക്സ് ഇല്ലാതെ 15 കോടി രൂപ അയക്കാമെന്ന് ആര് അനുമതി കൊടുക്കുന്നു? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൊടുക്കുകയാണ്? ഈ പറഞ്ഞ RBIക്ക് കൊടുക്കുകയാണ്. നമ്മൾ അത് പ്രകാരം നമ്മൾ കാണിക്കുന്നുണ്ടോ? അത് പ്രകാരം നമ്മൾ പണം ആർക്ക് അയക്കുന്നു? അർജന്റീന. ഈ ടോർപെഡോ ആരെ? ടോർപെഡോ എന്ന കമ്പനി. ടോർപെഡോ കേന്ദ്രം അനുമതി തന്ന കമ്പനിയാണ്. അത് മാത്രമല്ല, ഈ അഗ്രിമെന്റ് മെൻഷൻ ചെയ്ത കമ്പനി അതാണ്. നമുക്ക് അവർക്ക് പണം അയക്കാൻ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. ആ പണത്തിലേക്ക് നമ്മൾ പണം അയക്കുന്നത് മാത്രമല്ല, എന്നിട്ട് ഈ റിപ്പോർട്ടിൽ പറയാണ് നമ്മൾ പണം അയച്ചിട്ടില്ല എന്ന് പറയുകയാണ്. റിപ്പോർട്ടിൽ നിന്ന് പണം അയച്ചിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതോടൊപ്പം തന്നെ ഈ BD സതീശന്റെ കീഴിലുള്ള ധനവകുപ്പ് നമുക്ക് GST നോട്ടീസ് അയക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? നോട്ടീസ് എന്താണ്? GST നോട്ടീസ് അയക്കുന്നത് നമുക്ക് നിങ്ങൾ അയച്ച പണത്തിന് GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു ഭാഗത്ത് സർക്കാർ പറയുന്നു, മനസ്സിലായില്ല. ഒരു ഭാഗത്ത് സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പണമടച്ചതിന് രേഖയില്ലെന്ന്. മറുഭാഗത്ത് അതേ സർക്കാർ പറയാണ് നിങ്ങൾ ഈ പണം അയച്ചതിന്റെ GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ GST രസം എന്താണെന്നറിയോ? ആ GST എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, എത്ര പൈസ GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എൻക്വയറി ആണ്. നോക്കിയോ, ശാലിനി KK മേക്ക് എൻക്വയറി ഇൻ കണക്ഷൻ വിത്ത് നോൺ പേയ്മെന്റ് ഓഫ് GST അഡ്വാൻസ് പെയ്ഡ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എൻക്വയറി ആണ്. കൺസെപ്റ്റ് അറ്റൻഡൻസ് നെസസറി ഗീവ് ദ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് GST നമുക്ക് നോട്ടീസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ നോട്ടീസ് തരുന്ന സമയത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കാണ് GST 26 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് കൊടുത്തു. ഇതെങ്ങനെയാണ് 26 കോടി എവിടെ നിന്ന് കിട്ടിയത്? ഒരു മാധ്യമം 22 കോടി എന്ന് പറയുന്നു, ഒരു മാധ്യമം 26 കോടി എന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മാധ്യമം എഴുതി കാണിക്കാണ് ആൻഡോ അഗസ്റ്റ്യൻ കോടതിയിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട്. ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമം എഴുതി കാണിക്കുക. ഞാൻ ഇവിടെ നിന്ന് ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യനെറ്റ് നിങ്ങൾ ടിക്കറ്റിൽ നോക്കൂ. റിപ്പോർട്ട് ആൻഡോ അഗസ്റ്റ്യൻ കോടതിയിൽ ഹാജരായി, അല്ല കോടതിയിൽ കീഴടങ്ങി എന്ന് പറഞ്ഞിട്ട്. ആ ആൻഡോ അഗസ്റ്റ്യനാണ് ഈ ഇരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. നോൺ വെയിലുകൾ വാറണ്ട് പുറപ്പെടുപ്പിച്ചു കോടതി. എവിടുന്നാണ് കിട്ടുന്നത്? അരുൺ സാറേ, ഞാൻ എന്താ സംഭവിച്ചത്? ഞാൻ പറയുന്നത് വേറെ. ഇപ്പൊ മുട്ടിൽമരം മുറി കേസിലാണ് പറയുന്നത്. ഞാനിപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ വക്കീലോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വാറണ്ട് ഉള്ളതായിട്ട് അറിയില്ല. ഞാൻ നേരെ കോടതിയിൽ പോയി. കാരണം ഇങ്ങനെ ഒരു വാറണ്ട് ഞാൻ അറിയണമല്ലോ. കോടതിയിൽ പോയി. ഞാൻ കോടതി ചെന്നുമ്പോൾ അങ്ങനെ നോൺ വെയിലബിൾ വാറണ്ട് ഇല്ല. പക്ഷേ കഴിഞ്ഞ ഡേറ്റ് ഞാൻ ഹാജരായിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ വാറണ്ട് ഇല്ല. നോൺ വെയിലബിൾ വാറണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വാറണ്ട് അവിടെ റദ്ദാക്കണമല്ലോ, എനിക്ക് കിട്ടിയ ജാമ്യം അവിടെ റദ്ദാക്കണമല്ലോ, ഞാൻ വേറെ ഒരു ജാമ്യക്കാരെ കൊണ്ട് പോയി ജാമ്യം എടുക്കണമല്ലോ. അടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8-ം തീയതിയാണ്. ഞാനത് ഇന്ന് തന്നെ ഹാജരായി. എനിക്ക് 8-ം തീയതി ഹാജരാൻ പറ്റില്ല. അപ്പോൾ 13-ം തീയതി കേസ് വെച്ചു. അത് പറയുന്നത് എന്താണെന്നറിയോ? തലേദിവസം രാവിലെ തന്നെ ഒരു കേസ് അങ്ങ് പുറത്ത് വാർത്തകൾ മുട്ടിൽ മരമ്പൂർ കേസിൽ ആൻഡോ അഗസ്റ്റിന് നോൺ വെയിലബിൾ വാറണ്ട് പുറപ്പെടുവിച്ചു കോടതി എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. നോൺ വെയിലബിൾ വാറണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജാമ്യം റദ്ദാക്കണ്ടേ? റദ്ദാക്കിയതിന് ശേഷം ബോയിലബിൾ വന്നു. അപ്പോൾ ഞാൻ ജാമ്യക്കാരെ കൊണ്ട് ജാമ്യം എടുക്കണ്ടേ? ഞാൻ ജാമ്യക്കാരെ കൊണ്ട് പോയി ഇന്ന് ജാമ്യം എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പരിപാടി അവസാനിപ്പിക്കും. ഏഷ്യനെറ്റ് പറഞ്ഞാൽ മതി, മനോരമ പറഞ്ഞാൽ മതി, 24 പറഞ്ഞാൽ മതി. എത്ര കാർഡുകളാണ് ഇറക്കി വരുന്നത്? ഇങ്ങനെയുണ്ടോ ഒരു മാധ്യമപ്രവർത്തനം? ഇതെന്ത് മാധ്യമപ്രവർത്തനമാണ്? ഇതെല്ലാം വരുന്നത് ഒരു സോഴ്സിൽ നിന്നാണ്. ഒറ്റ സോഴ്സാണ്. ഞാൻ പറഞ്ഞത് GSTന്റെ ഉദ്യോഗസ്ഥല്ല, സോറി, GSTയിൽ നിന്നും പത്രക്കാർക്ക് കിട്ടി. നമ്മൾ മാധ്യമസ്ഥാപനമാണ് നടത്തുന്നത്. പത്രക്കാർക്ക് കിട്ടിയ പത്രക്കുറിപ്പ് കാണാം. അതറിയാം. അതിനകത്ത് 22 കോടി രൂപ ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഒരാൾ.
ഒരു ടീം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടും എൻ പ്രസാദിൻ്റെ റിപ്പോർട്ട് ലീക്ക് ചെയ്യാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ റിപ്പോർട്ട് നേരിട്ട് ലീക്ക് ചെയ്യാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ലീക്ക് ചെയ്യുക? പർപ്പസ്ഫുള്ളി ലീക്ക് ചെയ്യാണ്. എന്നിട്ട് ഇതിനകത്ത് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്തെങ്കിലും തെറ്റ് ചെയ്തു ഈ റിപ്പോർട്ട് പറയുന്നുണ്ടോ? സ്പോർട്സ് മന്ത്രിയെ കുറിച്ചാണ്. സ്പോർട്സ് മന്ത്രിയെ കുറിച്ചാണ്. പക്ഷേ എന്താണ് മനോരമ എഴുതി വിടുന്നത്? ഈ പത്രത്തിൽ എന്താ എഴുതി വിടുന്നത്? നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? കേരളത്തിലെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ഭീഷണിപ്പെടുത്താം? ഞാൻ പറയുന്നത് ഭീഷണിപ്പെടുത്താൻ കുറ്റമൊന്നുമില്ല. ഞാൻ പറയുന്നത് നരേന്ദ്രമോദി ഇതിനേക്കാളും ഡീസൻ്റ് ആയിരുന്നു. കാരണം 4 വർഷമായിട്ട് ഈ സ്ഥാപനം നടന്നു പോകുന്നുണ്ടല്ലോ. കഴിഞ്ഞ 4 വർഷമായി ഈ സ്ഥാപനം നടന്നു പോകുന്നുണ്ട്. 90 ദിവസം ഇ ഡി സഹിക്കാൻ പറ്റുന്നില്ല. 90 ദിവസം. എനിക്കൊരു സന്തോഷം എന്താണെന്നറിയോ? എനിക്ക് സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് കേരളത്തിലെ വേറെ ഒരു കേസും കിട്ടാഞ്ഞിട്ടാണല്ലോ ഇത് പൊക്കിയിട്ട് വന്നത്. ആൻഡ് ഓഗസ്റ്റിൻ കേരള ഏതോ ഒരു മിനിറ്റ് സാറേ, ആൻഡ് ഓഗസ്റ്റിൻ കേരളത്തിൽ ഏതോ വലിയ കേസാണ്, മുട്ടിൽ മരമുറിയാണ്, അതാണ് ഇതാണ് കോപ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പൂട്ടി കേരളത്തിന് സർക്കാർ അധികാരത്തിൽ വന്നെന്നറിയോ? റിപ്പോർട്ടർ ടി വി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിലേക്ക് വരുന്നത് അല്ലേ? അധികാരികൾ പൂട്ടിക്കാനുള്ള സംവിധാനമാണോ ഇത്? പൂട്ടിക്കാനുള്ള സംവിധാനമാണിത്. ഏത് രേഖയാണ് ഹാജരാക്കേണ്ടത്? കേരളത്തിലെ ഇന്ത്യയിലെ നിയമ സംവിധാനത്തൊന്നും ഞാൻ വെല്ലുവിളിക്കാനില്ല. പക്ഷേ എന്താണ് ഒരു മാനുഷിക പരിഗണന, ഒരു ലെറ്റർ തരിക, ആ ലെറ്ററിന് മറുപടി കൊടുക്കാൻ പറയാ, മറുപടി കൊടുക്കുമല്ലോ. ഏത് രീതിയിലാണ്? അതാണ്. ഇത് മാത്രമല്ല ഈ നമുക്ക് നവംബറിൽ അവർ കളിക്കാമെന്ന് പറഞ്ഞു വരുന്നു. അതിനുശേഷം അവർ തന്നെ പറയുന്നു ഞങ്ങൾ മാർച്ചിൽ കളിക്കാൻ വരാം എന്ന് പറയുന്നു. ഇതിനെല്ലാം കറസ്പോണ്ടൻ്റായി മെയിലുണ്ട് കേട്ടോ. മെയിലും കമ്മ്യൂണിക്കേഷനും വീഡിയോ കോൺഫറൻസും ഒക്കെ ഉണ്ട്. അതെന്താണ്? നമ്മൾ അവരോട് പറഞ്ഞു ശരി നിങ്ങൾക്ക് മാർച്ചിൽ കളിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ സമയത്ത് മാർച്ചിൽ കളിക്കാൻ പറ്റുന്ന ഉറപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നവംബറിൽ കളിക്കാൻ പറ്റും നമ്മൾ ഉറപ്പ് പറഞ്ഞു. കളിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഇതുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു അന്ന്. അതിനുശേഷം ഇവർക്ക് എന്ത് ചെയ്തു? അപ്പം നമ്മൾ ലീഗലി മൂവ് ചെയ്യാൻ പാടില്ല. ലീഗലി മൂവ് ചെയ്ത ഒരു പ്രശ്നത്തിൽ പോകും. കാരണം ഇവർ ഓൾറെഡി ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കളക്ട് ചെയ്ത് എന്താണ്? കളക്ട് ചെയ്തത് ഈ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണല്ലോ ഇവരെ ഏജൻസി എന്ന് പറയുന്നത്. അവിടെയും വലിയ നിയമമാണ്, ഇവിടെ നല്ല നിയമമാണ്. അവർക്ക് അങ്ങനെ മാറിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എങ്ങനെയും നീട്ടിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ കളിക്കാൻ വരണം. ഒരു കാര്യം കൂടി ആൻഡ്, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ അർജന്റീന ടീമിൽ അറിഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിലാണ് ഇന്നിപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. നമുക്ക് ഒരു ദൃശ്യം കാണാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ട്വീറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. ഇങ്ങനെയാണ് ഇത്. നമ്മൾ വലിയ രീതിയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് ഈ ട്വീറ്റ് വന്നതിന് ശേഷമാണ്. നോക്കൂ, മറ്റൊരു രാജ്യത്തോടൊപ്പം, അങ്കോള എന്ന രാജ്യത്തോടൊപ്പം കേരളത്തിൽ കളിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഈ ട്വീറ്റിൽ ഉണ്ടായിരുന്നത്. അങ്കോളെ കളിച്ചു, കേരളത്തിൽ വന്ന് കളിച്ചില്ല. ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വേരിഫൈഡ് പേജിൽ നിന്നാണ്. ഈ വേരിഫൈഡ് പേജിൽ നിന്ന് ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമ്പോൾ എങ്ങനെയാണ് മനോരമയ്ക്കും മറ്റു മാധ്യമങ്ങൾക്കും അർജന്റീന അറിയാത്ത നടപടിയാണ്, അർജന്റീന അറിയാത്ത ഇടപാടാണ് എന്ന് പറയാൻ കഴിയുക? പച്ചക്കള്ളം എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ കഴിയുക? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരാന്ന് പറഞ്ഞ ഒഫീഷ്യൽ രേഖ അയച്ചേക്കാണ്. ഈ ലെറ്റർ സിഎമ്മിന്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ടാവില്ലേ? ഇത് അരുൺ സാറേ, ഇതിൽ ഏത് ഡോക്യുമെന്റ് ആണ് അവിടെ ഇല്ലാത്തത്? ദ പ്രിൻസിപ്പൽ സെക്രട്ടറി തിരുവനന്തപുരം ടു ഫിനാൻസ് മിനിസ്റ്ററി അയച്ച ലെറ്റർ. ഇതാ ഫിനാൻസ് മിനിസ്റ്ററി തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് ഡൽഹിക്ക് അയച്ച ലെറ്റർ. ഇതെല്ലാം ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഇതാ എഗ്രിമെന്റ്, ഇതാ സർക്കാർ ഉത്തരവ്, ഇതാ പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതാ പണം അയച്ച രേഖ. ഇതാണ് അടുത്തത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കളി നടത്താനുള്ള അനുമതി തന്നുകൊണ്ടുള്ള രേഖ. ഇതാണ് GST റിപ്പോർട്ട് സമൻസ്. ഇതിനകത്ത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ 22 കോടി രൂപ ടാക്സ് അടയ്ക്കണമെന്ന്? എനിക്ക് നോട്ടീസ് തന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് എന്ന് കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തു. കളി നടന്നിട്ടില്ല, പണം നഷ്ടപ്പെട്ടു, അതിൽ GST കളി നടക്കാതെ എങ്ങനെ കേരളത്തിൽ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരു GST എന്ന് പറയുന്നത് സർവീസിനുള്ള ഇതാണല്ലോ. നമ്മൾ എന്ത് സർവീസാണ് എടുത്തത്? എന്ത് സർവീസ്? കേരളത്തിൽ കളി നടന്നോ GST അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഇതേ സർക്കാർ പറയുകയാണ് നിങ്ങൾ പണം അയച്ചിട്ടില്ല എന്ന്. ഇതേ സർക്കാർ ഇവിടെ നിങ്ങൾ പണം അയച്ച GST അടയ്ക്കാനും പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന്. ഇതെന്താണ്? അവർ നമ്മളോട് സോറി ചോദിച്ചിട്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സോറി ചോദിച്ചിട്ട് ഞങ്ങൾക്ക് സെപ്റ്റംബറിലേക്ക് കളിക്കിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഒഫീഷ്യൽ ലെറ്റർ അയച്ചേക്കുന്നു. എന്നിട്ട് ഈ ലെറ്ററിനാണ് ഞാൻ എവിടെ പോയത്? ഞാൻ ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതിയിൽ സെപ്റ്റംബറിൽ വേണ്ട എന്ന് പറയാനുള്ള തീരുമാനത്തിന് കാരണമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് മാർച്ചിൽ കളി നടക്കണം. മാർച്ചിന് ശേഷം ഇലക്ഷനാണ്. ഇലക്ഷന് ശേഷം കളി നടത്താൻ കഴിയില്ല. മാർച്ചിൽ വിൻഡോയിൽ നടക്കാൻ കഴിയില്ല. മാർച്ച് 30-31 ആ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് കളി നടത്താൻ കഴിയില്ല. അപ്പോൾ അവർ തന്നെ നമ്മളോട് പറയുകയാണ് ശരി ഇലക്ഷൻ നടക്കാൻ കഴിയില്ലെങ്കിൽ ജൂണിൽ ലോകകപ്പ് വരികയാണ്. നമ്മൾ ആരുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്? 2023 കൂടുതൽ കപ്പ് ജേതാക്കളുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. 2026 കപ്പ് ജേതാക്കൾ അർജന്റീന അല്ലല്ലോ. അവരുമായിട്ട് നമുക്കൊരു കളി വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? 2026 ഞങ്ങൾക്ക് കളി വേണ്ട നമ്മളെ സംബന്ധിച്ചോളൂ. അപ്പോൾ അവർ നമ്മളോട് സോറി ചോദിച്ചിട്ട് ഞങ്ങൾ സെപ്റ്റംബറിൽ കളിക്കാൻ വരാം, അതിൻ്റെ കൂടെ അണ്ടർ-20 U20 നാഷണൽ ടീമിനെയും കൂടെ കൊണ്ടുവന്ന് കളിക്കാം, അതിന് പകരമായിട്ട് എന്തിന് നഷ്ടം വരികയാണെങ്കിൽ അതിനും കൂടെ നിങ്ങൾക്ക് ഇത് നഷ്ടം തരാം എന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ ഇതിനെ ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി പോയി. ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി എന്ത് ചെയ്തു?
രണ്ട് ആർബിട്രേറ്റർ ആണല്ലോ, നമ്മുടെ ഭാഗത്ത് ഒരു ആർബിട്രേറ്റർ വെക്കണം, മറ്റേ അവരുടെ ഭാഗത്ത് ഒരു ആർബിട്രേറ്റർ വേണം. രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്തു. ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞു. സെക്കൻഡ് അവരുടെ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരുടെ കൗണ്ടർ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവർ ഇപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് അല്ലാതെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്, ഞങ്ങൾ കളിക്കാൻ വരാൻ തയ്യാറാണ്. കാരണം അവർക്ക് ഇപ്പം അവർ ജേതാക്കളല്ല, അതുകൊണ്ട് അവർ കളിക്കാൻ വരാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ഇൻഫോർമലി സംസാരിക്കുമ്പോൾ അവരെന്താ പറയാൻ പോകുന്നത്, അവർ പറയാൻ പോകുന്നത് ഞാൻ വിചാരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ വന്ന് കളിക്കാൻ തയ്യാറാണ് എന്നാണ് പറയാൻ പോവുക. അപ്പോൾ നമ്മൾ അംഗീകരിച്ചാൽ നമുക്ക് കേരളത്തിൽ വന്ന് കളിക്കാൻ കഴിയും, അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പണം തിരിച്ചു തരേണ്ടി വരും. ഇത് നോർമലിയാണ്. കാരണം ഇത് ഇന്ത്യയിലെ റൂൾ പ്രകാരം ഇന്ത്യയിലെ എല്ലാ അപ്രൂവൽസും RBI, FEMA, പിന്നെ ഇതൊരു ബാങ്ക് SBI പോലത്തെ ഒരു ബാങ്ക് ഇത്രയും കോടി രൂപ, നൂറുകണക്കിന് കോടി രൂപ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു രേഖ നോക്കാതെ അയക്കുമെന്നാണ് വിചാരിക്കുന്നത്? ആർക്കെങ്കിലും ബോധ്യമുള്ള ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു റിപ്പോർട്ട് നിങ്ങൾ നോക്കാറുണ്ട് സാർ. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു രേഖയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുന്ന പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു രേഖയും അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ രേഖയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ഇതാണ് ടൂർപ്പഡൻഡോർ LLCക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാം? അമേരിക്കയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് എഴുതി വെച്ചിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഇതിനകത്ത് തട്ടിപ്പറത്തുന്നത്. ഒന്നാമത്തെ കാര്യം ഈ ഏജൻസിയിലെ കേന്ദ്ര ഫൈനാൻസ് മിനിസ്ട്രി അപ്രൂവൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ, ഈ ഏജൻസിയെ കുറിച്ചിട്ട് ഞാൻ ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട്. ആരുമായിട്ട് DNB റിപ്പോർട്ട്, ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് അറിയാം. DNB റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടോർപ്പഡോർ LLC എന്ന് പറയുന്ന കമ്പനി എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത് അർജന്റീനയുടെ കളക്ഷൻ ഏജന്റ് ആണോ എന്നുള്ളത് ബാങ്ക് മുഖാന്തരം ഞാൻ എടുത്ത റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് എടുത്ത് ഇതടക്കം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പൈസ അയക്കുന്നത്. ഇനി വേണ്ട, ഈ പൈസ കിട്ടിയില്ല എന്ന് അർജന്റീന റിജക്ട് ചെയ്താലല്ലേ ഈ പൈസയ്ക്ക് ഡിസ്പ്യൂട്ട് ഉള്ളൂ. ഈ പൈസ കിട്ടി എന്നുള്ളത് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി അവർ പറയുന്നു. ഞങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ വന്ന് പറയുന്നു. ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അവർ വന്ന് പറയുന്നു. ഇതെല്ലാം അർജന്റീന പറയുന്നു, കേരളത്തിലെ ആൾക്കാർ പറയുന്നില്ല എന്ന്. കേരളത്തിലെ പത്രക്കാർ പറയുന്നില്ല. കേരളത്തിലെ പത്രക്കാർക്ക് എന്താണ്, നമ്മളോടേ ദേഷ്യമുള്ളൂ. ഈ രേഖ എന്ന് പറയുന്നത് കേന്ദ്രം നേരിട്ട് RBIക്ക് കൊടുത്തിരിക്കുന്നതാണ്. ടു ദ മാനേജർ, എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. ആരാ കൊടുത്തിരിക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ്, സ്പോർട്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വന്നാൽ ആന്റോ അഗസ്റ്റിൻ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ? ഉണ്ട്. കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കരാർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങേക്ക് അത് കാണിക്കാം, ഡിസ്പ്ലേ. ആര് വന്നാലും അത് പരിശോധനയ്ക്ക് ഇവിടെ ലഭ്യമാണ്. നമ്പർ വൺ. നമ്പർ ടു, ഇതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. യെസ്. നമ്പർ ടു, എഗ്രിമെന്റ് ആണ്. രണ്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കളിക്കാൻ വരാം. വായിച്ചേക്കാം സാർ. ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ദ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കോൺട്രാക്ട്. യെസ്. അപ്പോൾ കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ കോൺട്രാക്ട് ഇല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. രണ്ടാമത്തത്, അർജന്റീന കളിക്കാൻ വരുന്ന കാര്യം സർക്കാരിനെ രേഖാമൂലം AFA അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചു. മുഖ്യമന്ത്രി അറിയിച്ചു. ഇതാണ് ടു ദ ശ്രീ പിണറായി വിജയൻ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഗവർണർ ഓഫ് കേരള, തിരുവനന്തപുരം. ദ ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം മാച്ച് ഇൻ കേരള. ഡേറ്റ് നോക്കിയോളൂ, 17 നവംബർ 2025 ജവഹർലാൽ സ്റ്റേഡിയം. അപ്പോൾ AFA സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. ഇതൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് ക്ലൗഡിയോ ടാപ്പിയോ, പ്രസിഡന്റ് ഫുട്ബോൾ അസോസിയേഷൻ. AFAയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമുണ്ട്, നമുക്കും അതിന്റെ കോപ്പിയുണ്ട്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. നമ്പർ 3, ഈ സാമ്പത്തിക ഇടപാടിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. 15 മില്യൺ. റൈറ്റ്. നാലാമത്, അങ്ങ് പണം അയച്ച ഈ കളക്ഷൻ ഏജന്റ് കമ്പനിയെ കുറിച്ച് അങ്ങ് നേരത്തെ ഒരു അന്വേഷണം നടത്തിയിരുന്നോ? ആ കമ്പനിയെ കുറിച്ച് പോസിറ്റീവായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടോർപ്പഡോർ LLC DNB റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേസ് നേരിടുന്ന കമ്പനിയാണോ? കേസ് നേരിടുന്ന കമ്പനിയാണെന്നുണ്ടോ? ഇത് സാർ, ഇത് കമ്പനിയാണെന്നോ അല്ല, ഈ കമ്പനിയിൽ പണം കൊടുത്തതിന് ശേഷം അവർക്ക് കിട്ടിയ അർജന്റീന കൺഫേം ചെയ്യുകയും ചെയ്തു. റൈറ്റ്. 5, നമ്മൾ പണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തത് ഈ ടോർപിഡോ എന്ന് പറയുന്ന കമ്പനി വഴിയാണ്. ഈ കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തതായിട്ട്, അഥവാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം കൈപ്പറ്റിയതായ രേഖകളുണ്ടോ? ഉണ്ട്. അത് കൺഫർമേഷൻ തന്നു. താങ്ക് യു പറഞ്ഞുള്ള ഒരു കൺഫർമേഷൻ ലെറ്ററും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 7, ഈ കൺഫർമേഷൻ ലെറ്റർ കിട്ടിയതിനു ശേഷം നമ്മളോട് കളിക്കാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിരുന്നോ? മെയിൽ. ആ മെയിൽ കൂടാതെ AFAയുടെ ട്വീറ്റിൽ വളരെ കൃത്യമായി ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കളിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കോളയ്ക്കുമൊപ്പം കേരളത്തിൽ കളിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് RBIയുടെ അനുമതി ഉണ്ടായിരുന്നോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. ഈ 126 മില്യൺ കൈമാറുന്നതിന് 126 മില്യൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി കിട്ടിയതിന് ശേഷമാണ് പൈസ അയച്ചത്. ഓക്കെ, ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി. RBIയുടെ ഈ അനുമതി പ്രകാരം അങ്ങ് ഏതെങ്കിലും തട്ടിക്കൂട്ട് ബാങ്കുകളിലൂടെയാണോ ഈ പൈസ, അതായത് ഹവാല ട്രാൻസാക്ഷനുകൾ വഴിയാണോ അങ്ങ് ഈ പണം കൊടുത്തത്?
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലെറ്റർ ആണ്, പൈസ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അവർ തന്ന ലെറ്റർ ആണ്. റൈറ്റ്. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ RBIയുടെ അനുമതി കിട്ടി, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പണം അവിടെ കൈപ്പറ്റി, പണം കിട്ടിയിട്ടുണ്ട്. സോ ഈ ട്രാൻസാക്ഷൻ പ്യുവർലി ലീഗലാണ്. മാത്രമല്ല ഇത് കൊടുക്കൂ, ക്യാസിൽ കേസ് നടക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ക്യാസിൽ കൊടുത്ത പെറ്റീഷനാണ്. ഇതുണ്ട്, ഇത് ഓൾറെഡി ഡേറ്റ് അടക്കം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് ഏതാണ്, സെക്കൻഡ് ഡേറ്റ് ഏതാണ്, തേർഡ് ഡേറ്റ് ഏതാണ്, ഫൈനൽ ഹിയറിംഗ് ഡേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ ഡേറ്റിൽ കേസ് തീരും. ഈ പെറ്റീഷന് ശേഷമാണോ ഈ കളിക്കാൻ വരാം എന്നുള്ള ഉറപ്പ്? അല്ലല്ല, ഇത് പെറ്റീഷന് മുൻപാണ്. ഞാൻ അത് സമ്മതിക്കാതെയാണ് കോടതി പോയത്. കാരണം ഇനി നമുക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് പോയതാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ 126 കോടി രൂപയിൽ സർക്കാർ എത്ര രൂപ തന്നു? സാധാരണക്കാരന്റെ നികുതി പണം എത്രയുണ്ട്? 100 രൂപ പോയിട്ട് ഒരു പൈസ തന്നിട്ടില്ല, ഒരു ചില്ലി പൈസ തന്നിട്ടില്ല. ചില്ലി പൈസ തന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ രാജ്യത്ത് എത്ര പൈസ കൊടുത്തു? കൊച്ചി സ്റ്റേഡിയത്തിന് ഞാൻ എത്ര പൈസ മുടക്കി? ഞാൻ അതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 126 കോടി രൂപ എന്ന് പറയുന്നതിൽ 1 രൂപ പോലും കേരളത്തിന്റെ പൊതുപണത്തിൽ നിന്നും ഒരു പൈസ പോലും ഇല്ല. അഥവാ ഈ 126 കോടി കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാവുന്നത് പൂർണ്ണമായും അങ്ങയുടെ പോക്കറ്റിൽ നിന്ന്. സർക്കാരുമായിട്ടുള്ള കരാർ എങ്ങനെയായിരുന്നു? അത് പൂർണ്ണമായും 1 രൂപയില്ല എന്ന് കേന്ദ്രവും കേരളവും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നോ ഒബ്ജക്ഷൻ ലെറ്ററിലും കേരളത്തിന്റെ നോ ഒബ്ജക്ഷൻ സെറ്റിലും 100 രൂപ, 1 രൂപ പോലും കേരളം മുടക്കില്ല. 126 ഭൂം എന്ന മനോരമ എഴുതിയത് ആരുടെ ഭൂമാണ്? എന്റെ മാത്രമാണ്. അതായത് അങ്ങയുടെ കയ്യിൽ നിന്ന് 126 മാത്രമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ആന്റോ അഗസ്റ്റിന്റെ 126 കോടി രൂപ ഭൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പത്രം എഴുതുകയാണ്, മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ MDയുടെ കയ്യിൽ 126 ഭൂം എന്ന് എഴുതുകയാണ്. എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാരിന്റെ 1 രൂപയില്ലാതെ ആന്റോ അഗസ്റ്റിന്റെ പൈസ ഭൂം എന്ന് എഴുതിയിരിക്കുകയാണ്. എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ മത്സരം എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് മത്സരമല്ല, ഇത് വന്നിരിക്കുന്ന വഴി ഞാൻ പറയാം. ഇനി ലാസ്റ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോ ഒബ്ജക്ഷൻ ഫ്രം സ്പോർട്സ് ആംഗിൾ. യെസ്, കേന്ദ്ര ഗവൺമെന്റ് ഇത് നടത്താൻ ഒരു ഒബ്ജക്ഷനും ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ചർച്ച വന്ന സ്റ്റേഡിയത്തെ കുറിച്ച് കൂടിയാണ്. ഈ സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീകരിച്ചത് കഴിഞ്ഞതിന് ശേഷം അങ്ങേക്ക് അതിൽ നിന്ന് ലാഭവിഹിതം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? അരുൺ സാറേ, ലാഭവിഹിതം എന്നുള്ളതല്ല, കേരളത്തിൽ കളിക്കാൻ സ്റ്റേഡിയം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. പക്ഷേ തിരുവനന്തപുരം നല്ല സ്റ്റേഡിയമായിരുന്നു, കളിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, അവിടെ കളിക്കാൻ കഴിയില്ല എന്നും അവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിന് നല്ല രീതിയിൽ ഒബ്ജക്ഷൻ ക്രിക്കറ്റ് അസോസിയേഷൻ, കാരണം ആ പിച്ച് പൊളിക്കുന്നതോട് ഒബ്ജക്ഷൻ വലിയ രീതിയിൽ വന്നു. കാരണം തൊട്ടടുത്ത സമയത്ത് തന്നെ മറ്റേ കുട്ടികളെ വനിതാ ലോകകപ്പ് വരികയാണ്, പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ വേറെ ഏതാ സ്റ്റേഡിയം ഉള്ളത്? കൊച്ചി സ്റ്റേഡിയം ഉള്ളത്. ഈ സർക്കാരിൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഈ പൈസ അയച്ചു പോയില്ലേ? വേറെ എവിടെയാണ് കളിക്കുക? അവർ പൈസ കളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രിമെൻ്റ് വെച്ച് പൈസ അയച്ചതിന് ശേഷം അവർ വേറെ സ്ഥലത്ത് വന്ന് കളിക്കുമോ? കളിക്കില്ലല്ലോ. നമ്മൾ നിസ്സഹായാവസ്ഥയിലായി. പിന്നെ കേരളത്തിലുള്ള സ്റ്റേഡിയം ഏതാണ്? കൊച്ചി സ്റ്റേഡിയമാണ്. കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാം. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ദയനീയമായി തോന്നി. അവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള രാഷ്ട്രീയ ദൃശ്യം കാണിക്കാം, പുതിയതും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ നവീകരിച്ച സ്റ്റേഡിയവും നവീകരിക്കുന്നതിന് മുമ്പുള്ള സ്റ്റേഡിയത്തിൻ്റെയും അവസ്ഥ പ്രേക്ഷകർക്ക് കാണാം. പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഈ സ്റ്റേഡിയം പോയി കാണുകയാണ്. സ്റ്റേഡിയം പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കിയ നമ്മൾ എന്താ പറയുന്നത്, ഇത് സർക്കാർ നന്നാക്കി തരുമെന്നുള്ള ആദ്യം ചോദിക്കുക. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് GCD ഒറ്റയടിക്ക് പറഞ്ഞു. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത്. ഇവരെന്നോട് പറഞ്ഞു സ്റ്റേഡിയം നന്നാക്കണം എന്ന്, വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ 45 ദിവസം കൊണ്ട് സ്റ്റേഡിയം നന്നാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാലോ. സ്റ്റേഡിയം നന്നാക്കാം എന്നുള്ള കാര്യം ഞാൻ ഏറ്റെടുത്തു. സ്റ്റേഡിയം നന്നാക്കാൻ തീരുമാനിച്ചു. ഇത് കുറച്ച് കാര്യങ്ങൾ സർക്കാർ ചെയ്യാം എന്ന് പറഞ്ഞു, ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ചെയ്യാം എന്നുള്ള നിലയിലേക്ക് എടുത്തു. പെട്ടെന്ന് കൺസ്ട്രക്ഷൻ പണി തുടങ്ങി. എല്ലാത്തിനും മിനിറ്റ്സ് രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ, വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് ഇല്ല എന്നുള്ളത്. നിങ്ങൾ ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കടക്കാരോട് പോയി ചോദിക്കണം, ആ നാട്ടുകാരോട് പോയി ചോദിക്കണം, ആ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരോട് പോയി ചോദിക്കണം ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. 1 രൂപ സർക്കാർ തന്നിട്ടില്ല കേട്ടോ, 1 രൂപ സർക്കാർക്കല്ല. നമ്മൾ ഈ വലിയ രീതിയിൽ അതിനകത്ത് പൈസ കോടിക്കണക്കിന് രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പഴി കേൾക്കേണ്ട അവസ്ഥ ഉണ്ടോ? ഒന്ന് ആലോചിച്ചു. ഇത് എന്താണ് ഇങ്ങനെ ഈ ഒരു ആളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വാശി തീർക്കാന്നേ, വൈരാഗ്യം തീർക്കാം, നിങ്ങൾ പറഞ്ഞോളൂ, നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഞാനിത് ചെയ്യാണെന്ന് പറയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ പറ്റുമോ? 1 രൂപ കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ GCDA, കേരളത്തിൽ ആരെങ്കിലും ഒരു സ്പോൺസർ ആരെങ്കിലും 1 രൂപ കൊച്ചി സ്റ്റേഡിയത്തിന് വേണ്ടി മുടക്കിയില്ല. ഇവർക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ് നിങ്ങൾ ആ രേഖ ശരിയല്ല, എന്താണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓഫീസ് മാനുവൽ പ്രകാരം പ്രവർത്തിച്ചില്ല. അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. ഞാനാരാണ്? ഞാനൊരു സ്പോൺസറാണ്, ഞാനൊരു ഇൻവെസ്റ്ററാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് രാമായണം പറയുന്ന ടീമാണ് ഇവർ. നിങ്ങൾ അവിടുന്ന് വരും എന്ന് പറയുന്ന ടീമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അവസ്ഥയാണിത്. കേരളത്തിൽ ഒരു സംവിധാനം നന്നായി പോകണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇൻവെസ്റ്റ് ചെയ്തു സ്റ്റേഡിയത്തിൽ ഒരാളുടെ ബൈറ്റ് എടുത്താൽ ഈ സ്റ്റേഡിയം പണിത് ഇതിനേക്കാൾ നന്നായിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞ് 1 രൂപയ്ക്ക് 1 രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടല്ലോ. 1 രൂപ ഞാൻ അവിടെ എടുത്തിട്ട് പോയിട്ടില്ലല്ലോ. ഞാൻ ആ സ്റ്റേഡിയം എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താണ്. ഞാൻ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞു ഈ സ്റ്റേഡിയം ഞാൻ എന്തിനാണ് ചെയ്തത്? ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഈ സ്റ്റേഡിയം ചെയ്തത് എന്തിനാണ്? ഈ കളിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ കളി നടത്താൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ അതായത് ആ മുടക്കിയത്. സ്റ്റേഡിയം നവീകരിക്കുമ്പോൾ ജനറലായിട്ട് അങ്ങേക്കുണ്ട് എന്ന് പറയുന്ന താല്പര്യമാണ് നിൽക്കട്ടെ, അത് ഈ സ്റ്റേഡിയം നവീകരിച്ച് കാണാനുള്ള ആഗ്രഹം അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കളി നടക്കണമെന്നുള്ള താല്പര്യം മാത്രമേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളൂ, അല്ലാതെ വേറെ എന്ത് താല്പര്യം? അങ്ങനെ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഞാൻ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഇന്ന് സ്റ്റേഡിയത്തിന് ഭാഗത്ത് വലിയ രീതിയിൽ ബൈറ്റ് കൊടുക്കുന്നത് കണ്ടു. ഞാൻ ആ ബൈറ്റ് കൊടുക്കുന്നത് ചോദിക്കുന്നത്, ഞാൻ ആ സ്റ്റേഡിയത്തിൽ നിന്ന് തട്ടിച്ചിട്ട് വന്ന സാധനം എന്താന്ന് പറയണം. സാധനം എന്താ പറയുക? അവിടെ ഒന്ന് ആലോചിച്ചു നോക്കാം അരുൺ സാർ. അവിടെ ആ സ്റ്റേഡിയത്തിന് മുൻപുള്ളവർക്ക് അതിന് മുമ്പുള്ള ഈ നമ്മുടെ ഈ പിന്നെ എന്താണ് സാറ്റലൈറ്റ് വിഷ്വൽസ് കിട്ടുമല്ലോ. ഞാൻ സ്റ്റേഡിയം ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള സാറ്റലൈറ്റ് വിഷ്വൽസ് ഞാൻ തന്നെ തരാം. ഞാൻ സ്റ്റേഡിയത്തിന് ശേഷമുള്ള സാറ്റലൈറ്റ് വിഷ്വൽസ് ഞാൻ തന്നെ തരാം. ആ രണ്ട് വിഷയത്തിൽ ഏത് മരമാണ് മുറിച്ചുകൊണ്ട് പോയതെന്ന് പറയണം. ഏത് മരത്തിൻ്റെ ചില്ല റോഡിലേക്ക് കാണും. അത് ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് മുറിക്കുന്നത്. റോഡിലേക്ക് വീഴുന്ന ആ സ്ഥലത്ത് മുറിച്ച് കാരണം അത് വലിയ വാഹനങ്ങൾ വരണം, മെസ്സിയെ വരുന്ന ബസ് അതിൽ കടന്നു വരണമല്ലോ. അപ്പോൾ അതിന് മേലേക്ക് നിൽക്കുന്ന ചിഗരം മാത്രമാണ് മുറിച്ചത്. അത് ഏത് മരം മുറിച്ചത്? അത് ആ ചിഗരം മുറിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് GCD ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ? അതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റി ചീഫ് എഞ്ചിനീയർ ഉണ്ട്. അവരെ എല്ലാം അനുമതി വെച്ച് അവരെ ഞാനല്ലല്ലോ പോയി മുറിക്കുന്നത്. എന്നിട്ട് മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കോടി. സാറേ, ഒരു കോടി എന്ന് പറയുന്ന ഒരു മര്യാദ വേണ്ടേ? ആ മരം മുറിച്ച് അവിടെ കാണിച്ചു തരണ്ടേ? അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തരണ്ടേ? വേറൊരു ആരോപണം വന്നത് മഴവെള്ളം ഒലിച്ചു വരുന്നു എന്നൊക്കെ. ഇത് മഴവെള്ളം ഒഴിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഞാൻ റൂഫ് നന്നാക്കുന്നുണ്ടോ? ഞാൻ റൂഫ് നന്നാക്കുന്നില്ലല്ലോ. ഞാൻ അവിടുത്തെ സീറ്റുകൾ നന്നാക്കുന്നു, അവിടുത്തെ ബലക്ഷയം മാറ്റുന്നു, അവിടുത്തെ ഗ്രൗണ്ട് നന്നാക്കുന്നു, അവിടെ പിച്ച് നന്നാക്കുന്നു. എല്ലാ സംവിധാനം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കോൺട്രാക്ട് തന്നിട്ട് നീ 150 കോടിക്ക് സ്റ്റേഡിയം പണിയാൻ പറഞ്ഞ് തന്നാണല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ പൈസ എടുത്തിട്ട് ഈ കളി നടത്താൻ വേണ്ടി, ഇത് സർക്കാരിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അവിടെ ചെലവായത് എത്രയാണ്? അല്ല, ഞാൻ പറയുന്നത് ഇതിന്റെ ഒക്കെ കണക്ക് എന്തായാലും 10-25 കോടി രൂപയ്ക്ക് മേലെ ചിലവായിട്ടുണ്ടാവും. എൻ്റെ കണക്ക് മുഴുവനുണ്ട്. പക്ഷേ എത്രയായാലും ഞാനൊരു 70 കോടി രൂപയിലാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത്ര ആയില്ല. എന്തുകൊണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ സമയം ഫ്രെയിമിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആണ്ടി വന്നേനെ. കാരണം ഈ 30 ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 45 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു രസം പറയാറുണ്ട് സാറേ, അവിടെ ഗേറ്റ് ഫിറ്റ് ചെയ്ത് 2ാം ദിവസം രാവിലെ റോളർ വന്നിട്ട് തന്നെ ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ റോളർ വന്നിട്ട് അത് ഇടിച്ചു കഴിഞ്ഞപ്പം GCD വന്ന് അതിന് ചെറിയൊരു ബെൽഡ് ചെയ്ത് വെച്ച് പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആ സാധനം മറിഞ്ഞു വീണു. ഈ റോളർ വന്ന് ഇടിച്ച സമയത്ത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ ഇത് റോളർ വന്ന് ഇടിച്ചിട്ടുണ്ട് എന്നുള്ളത്? അവിടുത്തെ ഒരു ചെറിയ ആളെ വിളിച്ചത് ഏത് സ്പോട്ട് ബിൽഡിംഗ് എഴുതി വെച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അത് മറിഞ്ഞു വീണു. അതിൻ്റെ കുറ്റം നമ്മുടെ തലയിൽ. കാരണം ആ GCD ഞാൻ ഫിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റിപ്പോർട്ടർ പോഡ്കാസ്റ്റ് കമ്പനി അല്ലെങ്കിൽ അവിടെ കോൺട്രാക്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അത് ആർക്കെങ്കിലും എന്തിനും ഒന്നും പറ്റില്ലല്ലോ. വെറുതെ നമ്മുടെ തലയിൽ ഇടാൻ വേണ്ടി ഒരു കാരണം കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയെങ്ങാനും ആരോപണം വന്നു? ഈ ആരോപണത്തിലെല്ലാം ഞാൻ ഒളിച്ചോടിയില്ലല്ലോ. സർക്കാർ പറയുന്നതിൻ്റെ അപ്പുറം ഞാൻ കാര്യങ്ങൾ വന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.